ഇതാണ് നമ്മളുടെ ഏഗൺ വാല്യൂസ് ആൻഡ് ഏഗൺ വെക്ടേഴ്സ് നിങ്ങൾ കണ്ടത്. ഈ ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടേഴ്സിനകത്തും ആദ്യം നിങ്ങൾ കണ്ടത് ഒരു സ്ക്വയർ മെട്രിക്സ് എ കണ്ടു ഓഫ് ഡയമെൻഷൻ n by n അല്ലേ. ആ എ എന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂവിനെ നിങ്ങൾ ലാംഡയായിട്ട് കണ്ടു. ലാംഡ ആസ് ഏഗൺ വാല്യൂ ഫോർ എ ആൻഡ് എക്സ് വിച്ച് ഈസ് ദ ഏഗൺ വെക്ടേഴ്സ് ഫോർ യുവർ മെട്രിക്സ് എ അല്ലേ. സോ അത് വെച്ചിട്ട് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ്, എക്സിനെ നമ്മൾ ഏഗൺ വെക്ടറായിട്ട് കണ്ടു ഫോർ ഏഗൺ വാല്യൂ ലാംഡ. അത് കഴിഞ്ഞ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് നിങ്ങൾ കണ്ടു. ഇതിൽ നിന്നും നമ്മൾ ഒരു നോൺ ട്രിവിയൽ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് നമ്മൾ കണ്ടു, വിച്ച് ഇസ് കോൾഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ ദ മെട്രിക്സ് എ അല്ലേ. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട പോർഷൻ. ഈ മെട്രിക്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതും അതിൻ്റെ പോളിനോമിയൽ കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ളതാണ് നമ്മുടെ ഫെയ്ഡർ ലാവി മെത്തേഡ്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് കാണാം. സോ ഇതുവരെ നിങ്ങൾ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഫെയ്ഡർ ലാവി മെത്തേഡ് കാണാം. സോ ഫെയ്ഡർ ലാവി മെത്തേഡിനകത്ത് നമുക്ക് വരുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 വെച്ച് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനകത്ത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ലാർജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് വെച്ചുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫോർ ദ സ്ക്വയർ മെട്രിക്സ് എ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പ്രൊസീജിയർ എല്ലാം നമുക്ക് ഫെയ്ഡർ ലാവർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ലെറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷൻ ഫോർ ദ സ്ക്വയർ മെട്രിക്സ് എ ബി സ്ക്വയർ മെട്രിക്സ് എ ഓഫ് n by n മെട്രിക്സ് ബി ലാംഡ n minus c1 lambda n minus 1 c2 n minus 2 extra up to cn minus 1 lambda minus cn. So with Feder-Lavie method you can find out the coefficients c1 c2 etc up to cn by the formula ci is equal to 1 by I traces of ai, where I takes the value 1 to n. What is ai? ai is equal to a I is equal to 1. ഇതാണ് നിങ്ങളുടെ ഫെയ്ഡർ ലാവി മെത്തേഡിൻ്റെ ഇക്വേഷൻ. ഇതുപോലെ തന്നെ പഠിക്കണം. ബി ഐ എന്ന് പറയുന്നതും എ ഐ മൈനസ് സി ഐ ഇൻറ്റു ഐ, വെയർ ഐ ടേക്സ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് സൈസ് n by n, അതായത് സ്ക്വയർ മെട്രിക്സിൻ്റെ സൈസ് തന്നെ. Thus this method generate a sequence of ai of matrices which is used to determine the coefficients of ci. ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു വാല്യൂ കാണാം. ഇന്നലെ നമ്മൾ കണ്ട പ്രോബ്ലമാണിത്. എ ഇസ് ഈക്വൽ ടു 310. ഈ പ്രോബ്ലം നിങ്ങൾ കണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നിങ്ങളുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത് 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ലാംഡ 3 മൈനസ് c1 ലാംഡ സ്ക്വയർ മൈനസ് c2 ലാംഡ മൈനസ് c3. ഇനി ആദ്യത്തെ ci ഇസ് ഈക്വൽ ടു 1 by I traces of ai. സോ I takes the value 1 2 3 അല്ലേ, 1 2 3. സോ എ ഐ ഇസ് ഈക്വൽ ടു എ, ഐ ഇസ് ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. ആദ്യത്തത് c1 ഐ ടേക്സ് ദ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും 1 by 1 ട്രേസസ് ഓഫ് 1. ട്രേസ് ഓഫ് എ, ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 1 by 1 ഇൻറ്റു ട്രേസ് ഓഫ് എ ഈസ് വാട്ട് ഇസ് ട്രേസ് ഓഫ് എ? ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് കിട്ടുന്നു. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ് ട്രേസ് ഓഫ് എ. c2 1 by 2 ട്രേസ് ഓഫ് a2. a2 എന്ന് പറയുന്നത് a ഇൻറ്റു b1, a1 മൈനസ് c1 ഇൻറ്റു ഐ. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. c1 ഇൻറ്റു ഐ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. c1 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 9 എന്ന് കിട്ടിയിട്ടുണ്ട്. എ മൈനസ് 9i, എ മൈനസ് 9i എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് a2. a2 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു b1 എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ എ നിങ്ങൾക്കറിയാൻ തന്നേക്കുന്ന സ്ക്വയർ മെട്രിക്സ്, b1 നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം യു ഗോട്ട് എ മെട്രിക്സ് ആസ് a2. ഇനി അടുത്തത് c2 എന്ന് പറയുന്നത് 1 by 2 ട്രേസ് ഓഫ് a2, 1 by 2 ട്രേസ് ഓഫ് a2. a2 എന്ന് പറയുന്നത് സെക്കൻഡ് മെട്രിക്സ് കിട്ടിയതാണ്. അതിൻ്റെ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് എടുത്ത് -54 എന്ന് കിട്ടി. So you will be getting the value for c2. c2 is equal to 1 by c3 എന്ന് പറയുന്ന അടുത്തത് 1 by 3 trace of a3. trace of a3 ചെയ്തതിന് ശേഷം a3 is equal to ഇതേപോലെ സെയിം പ്രൊസീജിയർ നിങ്ങൾ ചെയ്ത് വരിക. ചെയ്ത് വന്നു കഴിയുമ്പോൾ a3 കിട്ടി. a3 കിട്ടിയതിന് ശേഷം c3 കിട്ടുക. നിങ്ങൾക്ക് n is equal to 1 2 3 ആണ്.
നിങ്ങൾക്കപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാൻ പറ്റും. നമ്മൾ C1 C2 C3യുടെ വാല്യൂ കണ്ടുപിടിച്ചു. യു ഗോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആസ് λ³ മൈനസ് 9 λ² പ്ലസ് 27 λ മൈനസ് 27. മനസ്സിലായോ? ഇത് വെച്ചിട്ട് നമ്മൾ റിസൾട്ട് നമ്മൾ B3 മൈനസ്, അതായത് BN ഇസ് ഈക്വൽ ടു AN മൈനസ്, അത് നമ്മൾ ആ ഇക്വേഷൻ ഇല്ലേ അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് 0 ആണോ എന്ന് നോക്കുക. അത് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ eigen വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തത് നമുക്ക് ഇന്ന് തന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് തന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്കിതും 3/3 മെട്രിക്സ് ആണ്. യു ക്യാൻ റൈറ്റ് ദ പോളിനോമിയൽ λ³ മൈനസ് C1 λ² മൈനസ് C2 λ മൈനസ് C3. ആദ്യം C1 ഇസ് ഈക്വൽ ടു 1/1 ട്രേസ് ഓഫ് A, C2 ഇസ് ഈക്വൽ ടു 1/2 ട്രേസ് ഓഫ് A2. ഇതേപോലെ തന്നെ ചെയ്ത് സെയിം പ്രൊസീജിയറിൽ ചെയ്ത് C1 C2 C3 കണ്ടുപിടിക്കുക. C1 C2 C3 അതുപോലെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കുക. ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് കണ്ടുപിടിച്ചിട്ട് ആ റൂട്ടിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് eigen വാല്യൂസും കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ ഫെയ്ഡർ ലാവി മെത്തേഡ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? So get the answer and post your notes.